ഉള്ളത് പറഞ്ഞാൽ ഒട്ടും തന്നെ എനിക്ക് മലയാളികളെ പിടികിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സാമൂഹിക കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള യോഗ്യത എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പോലും ഞാൻ ഭയക്കുന്നു. കാരണം ഇന്നലെ വരെ ഞാൻ സംഖ്യയായിരുന്നു, ഇന്നിപ്പോൾ കുറെ ആൾക്കാർക്ക് ഞാൻ കൊങ്ങിയാണ്. സത്യത്തിൽ എന്താണ് ഞാൻ? ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് നിങ്ങളെയാണോ നിങ്ങൾക്ക് എന്നെയാണോ പിടികിട്ടാത്തതെന്നുള്ളത് അറിയില്ല. സത്യം പറഞ്ഞാൽ സംഖ്യ, കാര്യം പറഞ്ഞാൽ കൊങ്ങി. ഇതാണ് ഇപ്പോൾ വന്ന് എന്റെ ഒരു അവസ്ഥ. ഈ സത്യം പറഞ്ഞാൽ സംഖ്യ എന്ന് പറയുമ്പോൾ സത്യം മാത്രമേ സംഖ്യകൾ പറയൂ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പലപ്പോഴും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വിഷയങ്ങൾ സംഖ്യകൾക്ക് അനുകൂലമാകുന്നതാണ്, അല്ലെങ്കിൽ സംഖ്യകൾക്ക് അനുകൂലമാകുന്ന വിഷയം തിരഞ്ഞുപിടിച്ച് ഞാൻ സംസാരിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണത്തിന് പോലും അർഹനാകുന്ന നിലയിലാണ് ഞാനിവിടെ സംസാരിച്ചിട്ടുള്ളത്. അത് എന്റെ പാളിച്ച, അല്ലെങ്കിൽ എന്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന പക്ഷപാതിത്വം. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ സംസാരിക്കാൻ എടുത്ത വിഷയങ്ങളിൽ സംഖ്യകൾക്ക് സ്വാഭാവികമായിട്ടും മുൻതൂക്കമുള്ളത് കൊണ്ട് സംഖ്യ പക്ഷത്ത് നിന്ന് സംസാരിച്ചു എന്ന് പറയുന്ന പ്രതീതി ഞാൻ പരത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ പെട്ടെന്ന് പലരും എന്നെ കൊങ്ങിയാക്കി കളഞ്ഞു. മുഴുവൻ കേട്ടിട്ട് പോലും എന്താണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും ക്ഷമയില്ലാതെ, മുഴുവൻ കേൾക്കാനുള്ള ത്രാണിയില്ലാതെ, അത്ര പോലും സഹനശക്തി ഇല്ലാത്ത ആളുകൾ വന്നിട്ട് എന്നെ കൊങ്ങിന്ന് ആരോപിച്ചിട്ട് പോയി. തംബ്നെയിൽ മാത്രം കണ്ടവരുണ്ട്, തലക്കെട്ട് മാത്രം വായിച്ചവരുണ്ട്, അല്പം മാത്രം കേട്ടവരുണ്ട്. പറഞ്ഞതിൽ മുഴുവൻ കേൾക്കാനുള്ള ക്ഷമ പോലുമില്ല, അതിനുള്ള സഹനശക്തിയില്ല. അത് എന്റെ പിഴവാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ കേൾക്കാൻ മനസ്സില്ലെങ്കിൽ നിങ്ങളുടെ ഊഹത്തെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ഞാൻ അദ്ദേഹത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ അല്ല ചെയ്തത്. അയാളുടെ ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് നമ്മളെ പൊതുജനത്തെ ബാധിക്കുന്നതാണോ എന്ന് പറയുന്ന ചോദ്യമാണ് പ്രധാനമായും ഞാൻ ഉയർത്തിയത്. ഞാൻ ഇപ്പോഴും പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ശ്രീ ഷാജൻ സ്കറിയ ഇന്നിട്ടിരിക്കുന്ന ഒരു കുറിപ്പ് ഞാൻ കണ്ടു. അതിനകത്ത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ പ്രയോഗം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺവേട്ടക്കാരനാണെന്നാണ്. പെണ്ണുപിടിയൻ എന്ന് പോലുമല്ല, പെൺവേട്ടക്കാരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങനെ പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പെൺവേട്ടക്കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം ഒരു പെണ്ണുപിടിയെന്നോ അതല്ലെങ്കിൽ ഒരു ആസക്തി കൂടുതലുള്ള ഒരു മനുഷ്യനെന്നോ പറയാം. വേട്ടയാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു മാനമുണ്ട്. അത്രയും കടുപ്പിച്ച് പറയാൻ ഞാൻ ആളല്ല. കാരണം കോൺഗ്രസ്സുകാരുമായിട്ട് എനിക്ക് അത്രമാത്രം അടുത്തുള്ള പരിചയമില്ല. അവരെ എനിക്ക് അധികം അറിയില്ല, അവരുമായിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം മുതിർന്ന മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ നേതാക്കന്മാരുടെ സ്വഭാവ സവിശേഷതകൾ കൂടുതലായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവത്തിലോ അദ്ദേഹത്തിന്റെ അറിവിലോ ഒരു പെൺവേട്ടക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഞാൻ അതിനെ എതിർക്കാൻ ആളല്ല, എനിക്കതറിയില്ല. പക്ഷേ കേട്ടിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം പെൺ വിഷയത്തിൽ കുറച്ച് ആസക്തിയുള്ള ഒരാളാണ് എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്ന ഒരു വിചാരത്തോടു കൂടിയല്ല അദ്ദേഹത്തെ ഞാൻ സമീപിച്ചത്. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മനുഷ്യനാണ്, ഒരു പുരുഷ മനുഷ്യനാണ് എന്നുള്ള വിചാരം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തെക്കാൾ ഉപരി മനോഭാവത്തെക്കുറിച്ചും ഒരു പുരുഷ മനഃശാസ്ത്രത്തെക്കുറിച്ചും ഞാനൊരു പുരുഷൻ എന്ന നിലയിൽ പുരുഷന്മാരെ അടുത്ത് നമുക്ക് കുറച്ച് അവരുടെ ഒരു ചിന്താഗതികളൊക്കെ അറിയാവുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും തരപ്പെടുമോ എന്ന് പറയുന്ന ഒരു ശ്രമമാണ് ആവർത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തുകൊണ്ടിരുന്നത്. തരപ്പെടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്തടുത്തും അതേ ചോദ്യം ചോദിക്കാം. തരപ്പെടുമോ? തരപ്പെടുന്നവർക്കിടയിൽ നേരം പോക്കാവാം. ജനപ്രതിനിധി ആയതുകൊണ്ട് ഉദ്ധാരണശേഷി ഇല്ലാതിരിക്കില്ല, ഹോർമോൺ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കില്ല. എന്ന് മാത്രമല്ല, ഞാനൊരു കാര്യം പറയുന്നത്, ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു ആർത്തി ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അവർ വളരെ സന്തോഷവാന്മാരായിട്ടുള്ള മനുഷ്യരാണ്. നമ്മളെപ്പോലുള്ള പ്രയാസങ്ങൾ, നമ്മളെപ്പോലെ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരെ പോലുള്ള പ്രയാസങ്ങൾ, അടിസ്ഥാന വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യരുടെ കഷ്ടതകളൊന്നും അവർക്കില്ല. എവിടെയും ആദരവ്, എവിടെയും ആഘോഷിക്കപ്പെടൽ, എല്ലാ ഇടങ്ങളിലും അവർക്ക് വിജയം മാത്രമേ ഓർത്തു വയ്ക്കാനുള്ളൂ, സ്നേഹം മാത്രമേ ലഭിക്കുന്നുള്ളൂ, പരിഗണനകൾ മാത്രമേ അവർക്ക് അനുഭവപ്പെടുന്നുള്ളൂ. എവിടെ ചെന്നാലും അവർ അങ്ങനെ ആഘോഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ നിലയിലും അവർ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ സ്വാധീനം, ഈ സമൂഹത്തിലെ എല്ലാ രംഗങ്ങളിലും അവർ വളരെ ശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാകുമ്പോൾ അവർക്ക് സന്തോഷിക്കാൻ മാത്രമേ സമയമുള്ളൂ. അങ്ങനെ സന്തോഷം മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം കൂടും. ജീവിത പ്രതിസന്ധികൾ അവരെ അലട്ടുന്നില്ല. അതിജീവനം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ആശങ്കയല്ല. അതുകൊണ്ട് അതുപോലുള്ള കാര്യങ്ങളിൽ കുറച്ച് താല്പര്യം കൂടും. ഞാൻ പറയുന്നത്, ലിംഗത്തീറ്റ തേടുന്നത് അയാളുടെ മാത്രം കാര്യമാണ്. താല്പര്യമുള്ളവർ വഴങ്ങട്ടെ, താല്പര്യമില്ലാത്തവർ പോട്ടെ. എന്തായാലും വേട്ടയാടി പിടിക്കുന്നു എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺവേട്ട നടത്തുകയായിരുന്നു, ഒരു പെൺവേട്ടക്കാരനാണെന്ന് എനിക്ക് പറയാൻ അതിനുള്ള ധൈര്യമില്ല. കാരണം അതിനുള്ള വ്യക്തിപരിചയം ഞങ്ങൾക്കിടയിലില്ല. ലക്ഷണങ്ങൾ കണ്ടിട്ട് അദ്ദേഹം ഒരു പെണ്ണുപിടിയനാണ്, ആസക്തിയുള്ളവനാണ്. ആസക്തി എങ്ങനെ കുറ്റകരമാവും? തരാവോ എന്ന് ചോദിക്കുന്നത് എങ്ങനെ മോശപ്പെട്ട കാര്യമാവും? ആവശ്യമുള്ളവൻ വാവിട്ട് ചോദിക്കും. വാവിട്ട് ചോദിക്കുന്നവനെ കിട്ടൂ. അതെങ്ങനെ കുറ്റം പറയാൻ പറ്റും? അതവൻ്റെ ആവശ്യമാണ്. താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കുക, വാങ്ങുക.
അല്ലെങ്കിൽ അടുത്ത വഴിയെ പോവുക, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ഇതിലെന്താ ഒരു പ്രശ്നമിരിക്കുന്നത്? നിയമവിരുദ്ധമായിട്ടുള്ള എന്ത് കാര്യമുള്ളത്? എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല. ഭരണകക്ഷി നാട് കട്ടുമുടിക്കുകയാണ്, പിടുങ്ങുകയാണ്. നാട് പിടുങ്ങുന്നവനേക്കാൾ കുഴപ്പമാണ് പെണ്ണ് പിടിച്ച് നടക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം ഇരിക്കുന്നത്? നമ്മളുടെ പ്രശ്നം എന്തായിരിക്കണം? നാട് പിടുങ്ങുന്നതായിരിക്കണം. പെണ്ണ് പിടിക്കുന്നവനേക്കാൾ നാട് പിടുങ്ങുന്നവനാണ് ഉപദ്രവകാരി. നമ്മൾ അത് മനസ്സിലാക്കാതെ ഇവന്റെ ഒക്കെ പിന്നാലെ ഇങ്ങനെ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്. നമ്മളിങ്ങനെ അധപ്പതിച്ച് പോകരുതെന്നാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്, ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ കക്ഷികളിൽ ഒരുവന്റെ പെണ്ണുപിടിയേക്കാൾ അല്ലെങ്കിൽ ലിംഗത്തീറ്റ തേടലിനേക്കാൾ അപകടകരമായിട്ടുള്ള കാര്യം ഭരണാധികാരികളായിട്ടുള്ള ആളുകളുടെ നാട് കട്ടുമുടിക്കാനുള്ള വ്യഗ്രതയാണ്. അതിന് കാണിക്കുന്ന അവരുടെ ഉത്സാഹമാണ് ശരിക്കും പറഞ്ഞാൽ അപകടകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. അല്ലാതെ ലിംഗത്തീറ്റ തേടുന്നതിലൊന്നും ഒരു കുഴപ്പവും നമ്മൾ ഇനി പറയേണ്ട കാര്യമില്ല. താല്പര്യമുള്ളവർ പോട്ടെ, തരപ്പെടുമോ എന്ന് ചോദിച്ചോട്ടെ, തരപ്പെടില്ല എന്ന് പറയുന്നവരുടെ അടുത്തുനിന്ന് മാറിക്കോട്ടെ. തരപ്പെടുമോ എന്ന് എന്നോട് ചോദിച്ചത് എനിക്ക് വിഷമമായി പോയി എന്നൊക്കെ പറയുന്നത് തീർത്തും അപരിഷ്കൃതമായിട്ടുള്ള ഒരു രീതിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ നാട് കട്ടുമുടിക്കുന്നവന്മാരെ കാണാതെ ഇയാളുടെ ഉദ്ധൃതലിംഗത്തിലേക്കും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷമങ്ങളിലേക്കുമൊക്കെ സമൂഹത്തിന്റെ ചർച്ചയും ശ്രദ്ധയും പോകുന്നത് ഒട്ടും നല്ല കാര്യമല്ല. ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ രാഹുൽ എന്ന് പറയുന്ന പേരിൽ പുരണ്ടിരിക്കുന്ന ആ ഹൈന്ദവ നാമത്തെ മുന്നിൽ കണ്ടുകൊണ്ടല്ല ഞാനത് പറയുന്നത്. അങ്ങനെയും ചിലർ ആരോപിച്ചു, ആക്ഷേപിച്ചു. അദ്ദേഹത്തിന്റെ ജാതിയോ മതമോ ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതൊന്നുമല്ല എന്നെ ബാധിച്ചിട്ടുള്ള കാര്യം. ഒരു ഹിന്ദു നാമധാരിയല്ലേ, കോൺഗ്രസിന്റെ തലപ്പത്തിരുന്നോട്ടെ എന്ന് പറയുന്ന ബുദ്ധിയൊന്നും എന്റെ ചിന്തയിലേക്ക് വരില്ല. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി ഒരു ഹിന്ദു നാമധാരി ഇരിക്കുന്നത് സന്തോഷം കാണുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. എന്തുകൊണ്ട് ഇന്നലെ ഞാൻ കുറച്ച് തലോടുന്ന രീതിയിൽ രാഹുലിനോട് ഇടപെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ആരെയും വീഴ്ത്താറുമില്ല, വീഴേണ്ടവനെ വാഴ്ത്താറുമില്ല, വാണവനെ വണങ്ങാറുമില്ല, വീണവനെ ചവിട്ടാറുമില്ല. അതുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണുപോയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സഹജീവി എന്ന നിലയിൽ അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തുക, അവനെ ചവിട്ടിക്കൂട്ടുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. നിയമപരമായി നീങ്ങേണ്ടത് നിയമപരമായി നീങ്ങണം. സ്വഭാവഹത്യ നടത്താനോ അതല്ലെങ്കിൽ എന്നോട് തരപ്പെടുമോ എന്ന് ചോദിച്ചു കേട്ടോ അവൻ കാമക്കണ്ണുകളോടുകൂടി എന്നെ നോക്കിയെന്നൊക്കെ പറയുന്നത് ശുദ്ധ പോക്രിത്തരമാണ്. 5 കൊല്ലം മുന്നേ അവൻ എന്നെ വളയ്ക്കാൻ നോക്കിയെന്ന് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം പല്ല് മുഴുവൻ വെളിയിൽ കാട്ടി മോണ കൊണ്ട് ചിരിച്ച് വളരെ സന്തോഷത്തോടുകൂടി വൈറലാവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നാരീമണികള് അതൊരു കെട്ട സ്വഭാവമാണ്. എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഒരു പെൺ വേട്ടക്കാരനാണെന്ന്. അതാണ് ഞാൻ പറയുന്നത്. പെൺ വേട്ടക്കാരനല്ല, പെണ്ണുപിടിയനാണ്. പെണ്ണുപിടി കുറ്റകരമായിട്ടുള്ള സംഗതിയല്ല, ബലാത്കാരമായിട്ടുള്ള പിടിയല്ലെങ്കിൽ. എന്തായാലും ഈ നാട് കൊള്ളയടിക്കുന്നവരെക്കാൾ അപകടകാരികളൊന്നുമല്ല നാട് നീളെ കാമക്കൊതിയോടുകൂടി പിടചവിട്ട് ദാഹവുമായി അലയുന്ന കോഴികൾ. അതെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് രാഹുലിനെ അയാളുടെ പാട്ടിന് വിടുക. അയാൾ ലിംഗത്തീറ്റ തേടുകയോ തേടാതിരിക്കുകയോ ചെയ്തോട്ടെ. നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് കട്ടുകൊണ്ട് പോകുന്ന കമ്മികളെ ആദ്യം നിലയ്ക്ക് നിർത്തുക എന്നുള്ളതായിരിക്കണം. അതല്ലാതെ ഇതിന്റെ പുറകെ പോകുക എന്ന് പറയുന്നത് കഷ്ടമാണ്. ഞാനിപ്പോഴും അതിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഒരു ജനസേവന വ്യവസായിയുടെ കോഴിത്തരമാണോ അയാളുടെ തസ്കര ശേഷിയാണോ ഏറ്റവും കൂടുതൽ സമൂഹത്തിന് ഉപദ്രവമാകുക? നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് പോലും കട്ടുകൊണ്ടുപോകുന്ന കമ്മികളെ കാണാതെ നാടാകെ കാമക്കൊതിയോടെ പിടചവിട്ട് ദാഹവുമായി നടക്കുന്ന കോഴികളുടെ പുറകെ ഓടുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. അത് ബുദ്ധിയല്ല. അത് മാത്രമേ പോകാൻ പറയുന്നുള്ളൂ. എന്റെ സംസാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്റെ മനോഭാവമാണ്. അതായത് ഞാൻ ആരെയും വീഴ്ത്താറില്ല, വീഴേണ്ടവനെ വാഴ്ത്താറില്ല, വാഴുന്നവനെ വണങ്ങാറില്ല, വീണവനെ ചവിട്ടാറുമില്ല. Holding me tight, saying I'm